ഗുഡ് മോർണിംഗ് ഗൈസ്. ആദ്യം തന്നെ ഞാൻ ഈ ഒരു സ്വിഗ്ഗിയുടെ ഡ്രസ്സ് ഇട്ട് നിങ്ങൾക്ക് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഇന്ന് വേറെ പരിപാടി ഒന്നുമില്ല, സ്വിഗ്ഗിലോടാൻ പോകാന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ വേറെ പരിപാടികളൊന്നും പിടിക്കുന്നില്ല, ഫുള്ള് സ്വിഗ്ഗിലോടാൻ പോകാം. ഇപ്പോൾ സമയം 12 മണി ആവുന്നു. 12 മണി തൊട്ട് ഇന്ന് മാക്സിമം ടൈമിൽ മൊത്തം സ്വിഗ്ഗി ഓടിയിട്ട് എത്ര രൂപ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത് നോക്കണം. അതൊരു ചലഞ്ച് അല്ലാട്ടാ, നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിന് അറിയാമല്ലോ. ഞാനിപ്പോൾ ഓൾറെഡി 2 ബിസിനസ് ചെയ്യുന്നുണ്ട്. ലെവൻ ഹാർട്ട് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് വളർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഗോപ്ല എന്ന് പറഞ്ഞ ടോയ്സിൻ്റെയും ബ്രാൻഡ് വളർത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഫണ്ട് വേണം. അപ്പോൾ ഫണ്ട് ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണിയെടുക്കുക തന്നെ വേണം. അപ്പോൾ സ്വിഗ്ഗി ഓടിയിട്ടാണ് ഞാൻ എൻ്റെ ബിസിനസ്സിന് വേണ്ടിയുള്ള ഫണ്ടൊക്കെ റേസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ വേറെ വർക്കുകൾക്കൊക്കെ പോയിട്ടൊക്കെയാണ് ഞാൻ ഫണ്ട് റേസ് ചെയ്യുന്നത്. ലോൺ എടുത്ത് ബിസിനസ് എനിക്ക് താല്പര്യമില്ല, വലിയ ലെവലിലേക്കൊന്നും വേണ്ട. അപ്പോൾ ചെറിയ രീതിയിൽ നിന്ന് ചെറിയ ചവിട്ടുകൂടൽ ചവിട്ടി നമ്മൾ മുകളിലേക്ക് എത്തും. അപ്പോൾ നമ്മളിപ്പോൾ സ്വിഗ്ഗി ഓടാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ സമയം 12 മണി അവറായിട്ട് 12 മണി തൊട്ടുള്ള ഷിഫ്റ്റ് ഞാൻ അങ്ങോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോയിട്ട് സ്വിഗ്ഗി ഓടാം. എന്നിട്ട് നമുക്ക് ഇന്ന് എത്ര രൂപ ഏൺ ചെയ്യാൻ പറ്റും നോക്കാം. ഇനി ചിലപ്പോൾ ഈ ഒരു 2-3-4 ദിവസം അടുപ്പിച്ച് സ്വിഗ്ഗി ഓടേണ്ടി വരും, കാരണം അടുത്ത പ്രൊഡക്റ്റ് ലോഞ്ചൊക്കെ സംഭവങ്ങളൊക്കെ വരില്ലേ. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ നേരെ സ്വിഗ്ഗിയിലേക്ക് പോവാം. ഡ്രസ്സുമാരൊക്കെ കഴിഞ്ഞു. ഇനി ജസ്റ്റ് നമുക്ക് കോട്ടൊക്കെ ഇടേണ്ടി വരും. മഴ കാണുന്നില്ല, മഴ ചാർന്നുണ്ട്, വെയിലുണ്ട്, അതേപോലത്തെ അവസ്ഥയിലാണ് പുറത്ത് നിൽക്കുന്നത്. എന്തായാലും നമുക്കപ്പോൾ പോവാം. സാധാരണ രീതിയിൽ മഴയുള്ള ദിവസമാണ് സ്വിഗ്ഗിയിൽ കൂടുതൽ പേയ്മെൻറ്റ് കിട്ടുക. ഇന്നിപ്പോൾ മഴയില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ 5 ഓർഡറും 10 ഓർഡറൊക്കെ ഓടി കഴിഞ്ഞാലും ചിലപ്പോൾ ഒരു 10-250 രൂപയുടെ അടുത്തൊക്കെ കിട്ടുള്ളൂ എന്നാണ് തോന്നുന്നത്. മഴ പെയ്ത് കഴിഞ്ഞാൽ ഓടാൻ പണിയും, മഴ പെയ്തില്ലെങ്കിൽ കാശും കുറവും. എന്താ ചെയ്യാല്ലേ, ആ മഴ ഉള്ളതുകൊണ്ട് ഓടുമ്പോഴാണ് കൂടുതൽ പൈസ കിട്ടുന്നത്. എന്തായാലും നമുക്ക് പോയി നോക്കാം. നമ്മൾ കൂടുതൽ നേരം നിന്നിട്ട് ഇൻസെൻറ്റീവുകളും കാര്യങ്ങളെല്ലാം അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു എമൗണ്ട് കിട്ടും തോന്നുന്നു. എന്നാലും ഇന്ന് കറക്റ്റായിട്ട് അറിയാം എത്ര എമൗണ്ടൊക്കെ കിട്ടും എന്നുള്ളത്. നമുക്ക് വണ്ടി കുത്തി വെച്ചോ കൊണ്ടുപോകാം. പിന്നെ നമുക്ക് വേറെ കേസുണ്ട്. നമ്മുടെ കയ്യിലുള്ളത് ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ പൈസ ചിലവൊന്നുമില്ലല്ലോ ഓടാൻ പോകുമ്പോൾ. അല്ലെങ്കിൽ മറ്റേ പെട്രോൾ കാശൊക്കെ ചിലവുണ്ടായിരിക്കുമല്ലോ. നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഓൾ സെറ്റ്, പോയിട്ട് വരാം. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഓർഡർ വരുമ്പോൾ എടുക്കുക, എങ്ങനെയാണ് സംഭവം സെറ്റ് ചെയ്യാൻ നോക്കില്ല ഞാൻ കാണിച്ചു തരാം. കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഫുള്ള് കാണിച്ചു തരാം കേട്ടോ. കസ്റ്റമർ ലൊക്കേഷൻ എങ്ങനെ എടുക്കുക, നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഇവിടേക്കുള്ള ലൊക്കേഷൻ, അതായത് ഹോട്ടലുകളുടെ ലൊക്കേഷൻ എടുക്കുക, അതെല്ലാം ഞാൻ ഓർഡർ വരുമ്പോൾ കറക്റ്റായിട്ട് ഈ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് സ്വിഗ്ഗി ഓടാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് സ്വിഗ്ഗിയുടെ ഈ ആപ്ലിക്കേഷനാണ്. അതെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സോൺ സെലക്ട് ചെയ്തിട്ടുള്ളത്, ഞാൻ 2 സോൺ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏത് സോണാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ആ സോണിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ, ഓൺലൈനിൽ പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഉണ്ട് ഡ്യൂട്ടി ഹാസ് സ്റ്റോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സോണിലേക്ക് എത്തുള്ളൂ. ആ ഒരു വളവും കൂടി കഴിഞ്ഞാലാണ് ഞാൻ സോണിലേക്ക് എത്തുള്ളൂ. അപ്പോൾ സോണിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഓൺലൈനിൽ എത്തണം. ഇപ്പോൾ നമ്മൾ ഓൺലൈനിൽ എത്തി കഴിഞ്ഞാൽ ഡ്യൂട്ടി സ്റ്റോപ്പറായിട്ട് വരും. അപ്പോൾ ആദ്യം വേണ്ടത് നമുക്ക് ഈ ആപ്പാണ്. അത് പോരാണ്ട് നമ്മുടെ സോണിൽ നമ്മൾ എത്തും വേണം ഈ ആപ്പ് നമുക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ആ സോണിലേക്ക് പോകാം. ചിലപ്പോൾ ഇതാവും, ക്ലോസ് ആവും, സോൺ എത്തിയില്ലാന്ന് പറഞ്ഞിട്ട്. ചിലപ്പോൾ ഇത് ഈ വളവ് കഴിഞ്ഞ സോണായിരിക്കും. ഓഫായില്ല, കാരണം നമ്മുടെ സോണിൽ എത്തിയിട്ടാണ് നമ്മുടെ സോണിൽ പറഞ്ഞാണ് നമ്മുടെ സോൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് സ്വിഗ്ഗിയുടെ ആപ്പിൽ തന്നെ കാണാൻ പറ്റും നമ്മുടെ സോൺ എവിടെ നിന്നാണ് തുടങ്ങിയിട്ട് ഏതാണ് അവസാനിക്കുന്നതൊക്കെ. അപ്പോൾ ഞാൻ ഓൾറെഡി 2 സോൺ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് തൃശ്ശൂരും മണ്ണുത്തിയിലും, പിന്നെ അതേപോലെ തന്നെ പൂത്തോളും തൃശ്ശൂർ, 2 സോൺ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അതിൽ 1-ാം സോൺ മണ്ണുത്തി ഭാഗത്താണുള്ളത്. അപ്പോൾ എനിക്ക് തൃശ്ശൂരും മണ്ണുത്തിയിലും ഓടാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ സോണിൻ്റെ പുറത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് സോണിലേക്ക് വന്നാൽ ഓർഡർ അടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഓൺലൈനിലാണുള്ളത്. ഓർഡർ വരുമ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മൾ നമ്മുടെ സോണിലെത്തിയിട്ടുണ്ട്. ഓർഡർ വരുമ്പോൾ ഇതിൽ നോട്ടിഫിക്കേഷൻ വരും, ഫോൺ ലോക്ക് ആണെങ്കിൽ കേട്ടോ. ഞാനിപ്പോൾ തൃശ്ശൂർ ഭാഗത്തേക്ക് ഫോണില്ല, ഇപ്പോൾ ഞാൻ ജസ്റ്റ് മണ്ണുത്തി ഭാഗത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞിട്ട് നമുക്ക് വല്ല ഓർഡർ അടിക്കുമോ ഇല്ലെന്ന് നോക്കിയിട്ട് ആ ഭാഗത്തേക്ക് പോവാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ ഭാഗത്താണ്, കാണത്തോട് അവരാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് നേരം ഫോണിൽ കളിച്ചിരിക്കാം, നമുക്ക് ഓർഡറിൽ അടിക്കുമെന്നൊക്കെ നോക്കാം. ഓർഡർ അടിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് അങ്ങോട്ട് കൂടെ പോകുമ്പോൾ ആ ഒരു ഭാഗത്തേക്ക് നിൽക്കാം. നമ്മൾ നിൽക്കണ നേരം ഇപ്പോൾ ഹൈ ഓർഡർ ഏരിയ ആണ് കാണിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ഓർഡർ അടിക്കാമെന്നാണ് സ്വിഗ്ഗി പറയണത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻസെൻറ്റീവ് സ്കീമൊക്കെ കാണാം. 7 ഓർഡർ ഓടാണെന്നുണ്ടെങ്കിൽ 50 രൂപ എക്സ്ട്രാ ഇൻസെൻറ്റീവ് കിട്ടും. 11 ഓർഡർ ഓടാണെന്നുണ്ടെങ്കിൽ 95 രൂപ എക്സ്ട്രാ കിട്ടും. 17 ഓർഡർ ഓടാണെന്നുണ്ടെങ്കിൽ 170 രൂപ എക്സ്ട്രാ കിട്ടും. പിന്നെ 260 കേട്ടോ. അത് എത്ര ഓർഡറാണ് നമുക്ക് ഇത് എടുത്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. 20 ഓർഡർ ഓടാന്നുണ്ടെങ്കിൽ 260 രൂപയും കിട്ടും കേട്ടോ. ഇതാണ് എൻ്റെ ഇൻസെൻറ്റീവ് സ്കീം വരുന്നത്. അതിൽ ഇവിടെ കണ്ടീഷൻസ് ഉണ്ട്. ഡു നോട്ട് റിജക്റ്റ് 1 ഓർഡർ, ഒരു ഓർഡർ പോലും റിജക്റ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ ലോഗിൻ 9.5 മണിക്കൂർ ഡ്യൂറിങ് 12 മണി തൊട്ട് 11 വരെയുള്ളതിൽ നമ്മളത് എടുക്കും വേണം. അങ്ങനെയൊക്കെ കുറേ കണ്ടീഷൻസ് നമ്മളൊക്കെ വെച്ചിട്ടുണ്ട്.
അപ്പോൾ എന്തായാലും നമുക്ക് നോക്കിയൊക്കെ ഇൻസെൻറ്റീവ് നമ്മൾ പ്രതീക്ഷിക്കും, കിട്ടിയാൽ കിട്ടി. അപ്പോൾ ഓർഡർ വല്ലതും വരുമെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ഒരു മണി വരെ ഇവിടെ നിന്ന് നോക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് നമുക്ക് ഓർഡർ അടിച്ചിട്ട് നമുക്ക് നേരെ തൃശ്ശൂർക്ക് പോവാം. ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ, 31 രൂപ ഓർഡറാണ് വന്നിട്ടുള്ളത്. ഗോൾ ഫേസ് എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് ഓർഡർ വന്നിട്ടുള്ളത് കേട്ടോ, ഗോൾ ഫേസ്. അപ്പോൾ അത് അവിടേക്കുള്ള മാപ്പും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സംഭവം ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഗോൾ ഫേസിലേക്കുള്ള മാപ്പ് കാണിക്കുന്നതാണ് കേട്ടോ. കണ്ടോ, നമുക്ക് ഗോൾ ഫേസ് ഹോട്ടൽ എവിടെയാണോ അവിടേക്കുള്ള മാപ്പ് കാണിക്കും. അപ്പോൾ നമുക്ക് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ പോകാൻ പറ്റും കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഞാൻ ആപ്പ് ഈ ഒരു ആപ്പ് തുറന്നിരുന്നതാണ് ഓർഡർ അങ്ങനെ വന്നത് കേട്ടോ. ആപ്പ് ക്ലോസ് ആയിട്ടിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ രീതിയിലാണ് നോട്ടിഫിക്കേഷൻ വരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഓർഡർ വരുമ്പോൾ തന്നെ കാണിക്കുകയും ചെയ്യും അതിൽ എത്ര എമൗണ്ട് കിട്ടുന്നുള്ളത്. നമുക്ക് നേരെ നമ്മുടെ ഈ ഒരു ഫസ്റ്റത്തെ ഓർഡർ കളക്ട് ചെയ്യാൻ വേണ്ടി പോവാം. നമുക്ക് കറക്റ്റായിട്ടുള്ള ലൊക്കേഷനാണ് ഈ ഒരു മാപ്പിൽ കിട്ടുക. ഇതാണ് നമ്മുടെ ഹോട്ടൽ എന്ന് പറയുന്നത്. ഇത് കാണുന്നത് നമുക്ക് പോയിട്ട് ഫുഡ് കളക്ട് ചെയ്തിട്ട് വരാം കേട്ടോ. ഇവിടെ എത്തിക്കഴിഞ്ഞൊരു കാര്യം ചെയ്യാനുണ്ട് നമ്മുടെ ആപ്പിൽ, റീച്ച്ഡ് ലൊക്കേഷൻ കൊടുക്കണം, ജസ്റ്റ് കൊടുക്കുക. സെൽഫി ചോദിക്കുന്നുണ്ട്, ചില സമയങ്ങളിൽ സെൽഫി ചോദിക്കും കേട്ടോ. സെൽഫി കൊടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ ഓർഡർ റെഡി ആയിട്ടുണ്ട്, പോയിട്ട് പിക്കപ്പ് ചെയ്യാം. പിക്കപ്പ് കംപ്ലീറ്റ്, കസ്റ്റമർ ലൊക്കേഷൻ. അപ്പോൾ ഇത് ഓർഡർ നമ്മൾ ഡെലിവറി കൊടുക്കുന്നുണ്ട്. എടുക്കാൻ പറ്റിയില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ മോളിലേക്ക് എത്തിക്കാൻ പറഞ്ഞാൽ അവിടെ വെയിറ്റ് ചെയ്യണ്ടായിരുന്നു. അപ്പോൾ അതെടുക്കാൻ പറ്റിയില്ല. നേരത്തെ അടുത്ത് 22 അക്ഷയ. ഓക്കെ, അപ്പോൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോകാൻ നമുക്ക് അക്ഷയക്കുള്ള മാപ്പ് ഇടാം. രണ്ടാമത്തെ ഓർഡർ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് നോക്കാണ്. അതൊരു ഫ്ലാറ്റിലാണ്. അപ്പോൾ 4-ാം നിലയല്ല കൊണ്ടുകൊടുക്കണത് മോളിലേക്ക്. കസ്റ്റമർ ലൊക്കേഷനിലേക്ക് ഇങ്ങനെയാണ് കാണിക്കുക. അത് നമ്മളിവിടെ ഈ ഒരു റീച്ചർ കസ്റ്റമർ ലൊക്കേഷൻ കൊടുക്കണം. ഇങ്ങനെ കറക്റ്റ് കാണിക്കും. അപ്പോൾ കൊണ്ടെടുക്കാം. അപ്പോൾ കൊണ്ടെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെലിവറി കംപ്ലീറ്റ് ആയിരിക്കാം. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള പേയ്മെൻറ്റുകൾ കാണിക്കും. പേയ്മെൻറ്റ് ഓൾറെഡി നമ്മൾ ഓർഡർ എടുക്കുമ്പോൾ കാണിക്കുന്നതാണ് കേട്ടോ. 26 രൂപയാണ് നമുക്ക് ഈ ഒരു ഓർഡറിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഗെറ്റ് നെക്സ്റ്റ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി അടുത്ത ഓർഡർ സെർച്ച് ചെയ്യും. നമ്മൾ ഔട്ട് ഓഫ് സോണാണ്, നമ്മുടെ സോണിലല്ല. നമ്മുടെ സോണിക്ക് പോകണമെങ്കിൽ ഓർഡർ കിട്ടണമെങ്കിൽ. അപ്പോൾ ഇതുവരെ 2 ഓർഡറും 58 രൂപയാണ് കിട്ടിയത്. 55 മിനിറ്റാണ് നമ്മൾ പണിയെടുത്തിട്ടുള്ളത്. കുറച്ച് ഓർഡറുകളൊക്കെ ഓടി കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ വീഡിയോസ്. ഇനി ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്നില്ല. ഒരു പ്രത്യേക കാഴ്ച കാണിച്ചു തരണം. സിഗ്നലിൽ വന്ന് നിന്നപ്പോൾ അവിടെ ട്രെയിൻ നിർത്തിട്ട് പോകും. സിഗ്നൽ ബ്ലോക്കിൽ ട്രെയിൻ നിർത്തിട്ട് പോകുക. വേറെ ട്രെയിനിൽ പോകുന്നൊക്കെ ആയിരിക്കും. ഇപ്പോൾ എടുത്തിറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ സിഗ്നൽ ബ്ലോക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്വിഗ്ഗി ഓട്ടം കഴിഞ്ഞാൽ വീട്ടിലെത്തിയിട്ടുണ്ട്. ഓട്ടം കഴിയാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കുറച്ച് പേരുടെ ഉണ്ടായിരുന്നു ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരെ വീട്ടിലേക്ക് വന്ന് നോക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, കുറച്ച് തിരക്കാണ്. അപ്പോൾ ഇന്ന് ആകെ കൂടി 3 ഓർഡറാണ് ഓടാൻ പറ്റിയിട്ടുള്ളൂ. 78 രൂപയ്ക്കാണ് ഓടാൻ പറ്റിയിട്ടുള്ളൂ. വൈകുന്നേരം പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്ക് നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം പർച്ചേസിൻ്റെ കുറച്ച് കാണലൊക്കെ ആയിട്ടുള്ള കുറച്ച് തിരക്കാണ്. അപ്പോൾ അതായത് നമുക്ക് ഇനി നാളത്തെ വീഡിയോയിൽ കാണാം. ഇന്ന് ഇപ്പോൾ വേറെ വീഡിയോസൊന്നും എടുക്കാൻ സമയം ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമുക്ക് നാളെ കാണാം.